ചേട്ടാ, ചണ്ടി ഉണ്ടോ ഇവിടെ? ഔട്ട് ഓഫ് ഫോക്കസ്. മോനെ, ആ അവൻ എവിടെ പോയതാ? പുറത്തു പോയിരിക്കട്ടാ. ഫോണും എടുക്കുന്നില്ലല്ലോ. അവൻ അങ്ങനെ തന്നെയാ, എന്തെങ്കിലും ഒപ്പിക്കുമ്പോ അവൻ ഫോൺ എടുക്കില്ല. എപ്പോ വരുന്നെങ്കിലും ഒന്ന് പറടാ. ആ ചേട്ടാ, ഇരിക്കേട്ടാ, നമ്മൾ സമാനം ഉണ്ടാക്കാം. ഇരിക്കേ, ഒരു കാപ്പി എടുക്കട്ടെ. 2 മിനിറ്റുള്ളിൽ ഞാൻ കൊണ്ടുവരാം. ഇപ്പൊ ചേട്ടാ ചിരിക്കും. എന്താടാ മനുഷ്യനിവിടെ? എന്താടി ഇങ്ങനെ ഇരിക്കുന്നേ? കോള് കട്ട് ചെയ്തോ? അവന് നിന്റെ കൈ കിട്ടിയ നിനക്ക് കൊല്ലാൻ തോന്നുന്നുണ്ടല്ലേ? എന്താടി ഇവൻ ചെയ്യുന്നത്? എന്റെ കോള് കൊണ്ട് എടുക്കുന്നവന് ഇപ്പൊ കോൾ എടുക്കുന്നില്ല, തിരിച്ചു വിളിക്കുന്നില്ല. എന്റെ കോൾസ് എല്ലാം കട്ട് ചെയ്തോണ്ടിരിക്കുക. എടി അനു, എന്റെ ഫേസിലെ ഗ്ലോ മുഴുവനും പോയോ? കൊറേ നാള് പുറകിലേക്ക് പോയാ ഇങ്ങനെ തന്നെയായിരിക്കും. അവന്റെ മനസ്സിൽ ഇഷ്ടം പോകുന്നതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ റെഡിയാണ്. നീ വിളിച്ചിട്ട് അവൻ വന്നില്ലെങ്കിലേ നമുക്ക് കിഡ്നാപ്പ് ചെയ്യാം. കിഡ്നാപ്പോ? റേപ്പ് അല്ലടി, നീ ടെൻഷൻ അടിക്കണ്ട. കിഡ്നാപ്പ് ചെയ്യുന്നെല്ലാം ശരിയാണോടി? യെസ്, ഫിക്സ്. നീ ഇപ്പോഴും ഇവിടെ തന്നെ ആലോചിച്ചോണ്ടിരുന്ന അവൻ നിന്റെ കൈവിട്ട് പോകുമ്പോളെ. അതേടി, വേറെ ഒരു വഴിയില്ല. എടാ അളിയാ, നീ എവിടെയാ? സ്വർഗത്തിൽ 10 മീറ്റർ തൊട്ടടുത്താണ് ഞാനുള്ളത്. തമാശക്കല്ലേ, എവിടാന്ന് പറ. നീ ഇപ്പൊ എവിടെയാണോ ഉള്ളത്? ഞാൻ നിന്റെ ഓഫീസിലാടാ. അങ്ങനെയാണോ? നീ അവിടെ തന്നെ ഇരിക്കും. കുറച്ച് സമയത്തേക്ക് നിന്റെ ഫ്ലാറ്റ് ഒന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ എത്തിക്കോളാളിയാ. ഒന്ന് അർജന്റായിട്ട് വാടാ. അങ്ങനെയാണോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് നമ്മുടെ ഫ്ലാറ്റിലോട്ട് എത്തിക്കോ. പണി കഴിഞ്ഞ ഉടനെ പെഗൊക്കെ അടിച്ചിട്ട് നമുക്ക് പൊളിക്കാളിയാ. ഡാടാ, ഒരു കാര്യം പറയാം, എന്ത് വന്നാലും ഫ്ലാറ്റിലേക്ക് പോരുത്. ഈ സമയത്ത് നിന്റെ ഫ്ലാറ്റിലുള്ള സേഫ്റ്റി വേറെ എവിടെ കിട്ടുവാടാ മനുഷ്യ മച്ചാനേ? അളിയാ പറയുന്നത് കേക്ക്. വേണ്ടളിയാ. ഡോണ്ട് ടോക്ക്. എനിക്ക് എന്തിനാണ് നിന്റെ പെർമിഷൻ ഒക്കെ? നിന്റെ ഫ്ലാറ്റിക്ക് എവിടെ ഉള്ളതെന്ന് എനിക്കറിയാം. നീ വായ മൂടിയിട്ട് ഫോൺ വെക്ക. അവിടെ മരിച്ചു എന്റെ ഭാര്യ ഉണ്ടാ. അവള് തിരിച്ചു വന്നളിയാ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്ക് ഞാൻ ക്യാബ് ബുക്ക് ചെയ്ത് തരാം. 2 പേരും ഹോട്ടലിൽ പോയിട്ട് അടിച്ചു പൊളിക്കുക കേട്ടോ. പറയുന്നത് കേക്കടാ, അത് പ്രേതോടാ. പഞ്ചഭൂതങ്ങൾ വന്നാലും ശരി, ഞാനിപ്പോ ഉള്ള അവസ്ഥയ്ക്ക് ഒരുത്തം പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല. അതാടാ ചണ്ടി. അളിയാ അവസാനമായിട്ട് പറയാ, എന്ത് വന്നാലും അകത്ത് കയറരുത് അളിയാ. ഫോൺ വേടാ, ഫോൺ വെക്ക്. ചുമ്മാ മനുഷ്യനെ. ഏയ്, എന്താടാ ഇപ്പൊ ധൃതി? വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യം നോക്കിയാ പോരെ? ഈ ഡ്രസ് എന്തിനാ? ദിവസം തന്നെയല്ലേ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഇതിലെന്താ ഇത്ര വലിയ പുതുമ? ഇതാണ് നമ്മളെ ലൈഫ് സ്റ്റൈല്. പബ്ലിക്കിൽ നമ്മളെ ഇമേജ് മോശമാവാൻ പാടില്ലല്ലോ. അതിനു വേണ്ടിയാ ഞാനീ പറയുന്നത്. സേഫ്റ്റി മോളെ. അവന്റെ അടുത്ത് പെണ്ണില്ലാത്തോണ്ട് എന്റെ അടുത്ത് ഒന്ന് വന്നപ്പോ അവൻ അസൂയ. ഇങ്ങനെയുണ്ടോ മനുഷ്യനാർത്തി? ലൈറ്റ് ഓൺ ആക്കി കൂടെ? നീ എന്താണ് ഈ പറയുന്നത്? ഈ വീടിനെ പറ്റി നിനക്ക് അറിയില്ല. സ്വിച്ചിലെങ്ങാനും കൈവച്ച ഡയറക്റ്റ് സ്വർഗത്തിലോട്ടാ. അതെന്താ? ആ കഥ ഞാൻ പിന്നെ പറയാം. ഇങ്ങോട്ട് വന്നേ. ബെഡ്റൂമാണോ? താഴെയുള്ള ബെഡ്റൂം തീരെ പോരാ കേട്ടോ. മേലെ നല്ല മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ഫുൾ സെറ്റപ്പോടുകൂടി നമുക്ക് അടിച്ചു പൊളിക്കാം. വാ മോളെ, കമോൺ കമോൺ, പോ പോ പോ. യെസ്, കമോൺ. ഏയ് നിക്കടി, എന്നെക്കാളും ധൃതി നിനക്കാണല്ലോ. അറേഞ്ച്മെന്റ് ഒക്കെ ഒന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ വരാം. എന്റെ അമ്മോ, ഇവൻ ആളൊരു ബിരുദം തന്നെ. വീട്ടിലൊരു ഫിഗറും വെച്ചിട്ട് അവന്റെ ഭാര്യ വന്നു, അവന്റെ അമ്മായിയമ്മ വന്നു എന്നൊക്കെ പറഞ്ഞ മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാനായിട്ട്. എന്റെ അമ്മോ, ഇവള് ഫിഗറാണെങ്കിൽ ഇത് സൂപ്പർ ഫിഗറാണല്ലോ. ഫിഗറോ സൂപ്പർ ഫിഗറോ? നമുക്ക് സൂപ്പർ ഫിഗറോ മതി. ഫിഗർ ഫിഗർ ദാ, ഇത് സൂപ്പർ ഫിഗർ ദാ. നേരം കേട്ടോ, നേരത്തെ പാട്ട് ഒന്ന് പാടി. എന്ത് പറ്റിയെന്ന് പറ. വിളിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കലടി, വായി ഒത്തിട്ട് വാ. ആരാത്? ഓ, നിന്റെ അമ്മ. ആരാ നീ? ഞാൻ പറഞ്ഞു കൊടുത്തോളാം നിങ്ങൾ ആരാന്ന്. ഏയ് വാ.
അങ്ങോട്ട് എന്തിനാ വരുന്നത്? നിങ്ങൾക്ക് പറയുന്നത് എനിക്ക് കേൾക്കാമല്ലോ. വാ. Who are you? ബിസിനസ് മാനാ. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാ. നീ എന്ത് ജോലിയാ ചെയ്യുന്നേ? സ്വർഗത്തോട്ട് വഴി പറഞ്ഞു കൊടുക്കുന്നവനാ. എന്റേത് ഹെവൻ ട്രാവൽസ് സിസ്റ്ററെ, മൾട്ടിനാഷണൽ കമ്പനിയാ. ഇവിടെ മരിച്ചു പോകുന്നവരൊക്കെ ഞാൻ സ്വർഗത്തിലോട്ട് അയക്കലാ പതിവ്. ഓ, അതെ, നിങ്ങളുടെ ചടങ്ങ് ഞാൻ തന്നെയാ നടത്തിയത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 35% ഡിസ്കൗണ്ടും കൊടുത്തിരുന്നു. അതുകൊണ്ട് എങ്ങനെ തിരിച്ചു വന്നു? എന്നെ കുഴിച്ചു മൂടിയത് നീയാണല്ലേ? അത് നിങ്ങള് തിരിച്ചു വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വേണമെങ്കിൽ ഞാൻ പണം തിരിച്ചു തരാം കേട്ടോ. അവരന്നേ പറഞ്ഞതാ കുരിശു വെക്കണമെന്ന്. ഞാൻ വെക്കാണ്ട് വന്നു. അങ്ങനെ നോക്കല്ലേ സിസ്റ്ററെ, ഞാൻ നിങ്ങളെ കൈയെടുത്ത് കുമ്പിടാം. അളിയ അളിയോ അളിയ അളിയ അളിയ, നിനക്ക് എന്താടാ പറ്റിയത്? എന്താടാ സേഫ്? നീ അറിഞ്ഞോണ്ട് ചോദിക്കുകയാണോ അതോ അറിയാണ്ട് ചോദിക്കുകയാണോടാ? എന്നെ അവൾ അടിച്ച് പഞ്ചറാക്കിയടാ. ഫുട്ബോള് തട്ടുന്ന പോലെയാടാ തട്ടിയത്. എനിക്ക് തീരെ വയ്യടാ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ കേറണ്ടെന്ന്. നിന്റെ വാണിംഗ് ഡയലോഗ് ഞാൻ പടത്തിൽ വരുന്ന കോമഡിനെ പോലെ ഈസിയായി എടുത്തു. അളിയ. ചുമരില് ചാരി വെച്ചിട്ടായിരുന്നടാ അവളുടെ അടി. എന്റെ അമ്മോ, അതൊന്നും സാധ്യമല്ല. അളിയൻ ഇപ്പോഴെങ്കിലും അവള് വന്നെന്ന് പറഞ്ഞ് വിശ്വസിച്ചല്ലോ. അത്ര അടുത്ത് കണ്ട ശേഷം ഞാൻ എങ്ങനെയാടാ വിശ്വസിക്കാതിരിക്കുക? അവളെ എങ്ങനെയാണോ ഒന്ന് പറഞ്ഞു വിടുന്നത്? അവളൊന്നും ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് ധൈര്യം തരാനും അവളെ ഭയപ്പെടുത്താനും വേണ്ടി ദൈവം ഒരുത്തനെ സൃഷ്ടിച്ചിട്ടുണ്ടടാ. ആരാ അളിയ? ആരുടെ പേര് കേട്ടാരാ പ്രേതങ്ങളൊക്കെ പേടിക്കുന്നെന്ന് നിനക്കറിയോ? ആരുടെ പേര് കേട്ടാ പിശാചും ഭൂതവും പ്രേതവും ഒക്കെ കണ്ടം വഴി ഓടുവോന്ന് നിനക്കറിയോ? അയാളുടെ പേരാടാ ഫാദർ റിക്വസ്റ്റ്. ബൈബിള് കൊണ്ട് ഭയപ്പെടുത്തും, കുരിശ് കാട്ടി വിറപ്പിക്കും. ആകെ മൊത്തത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും സോൾവ്. ഫാദറിന്റെ അടുത്ത് കളിച്ചു കഴിഞ്ഞാൽ മരിച്ചുപോയ ആത്മാക്കളൊക്കെ പറക്കും. ഫാദർ, ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഫാദർ, ഫാദർ. സോറി മോനെ, നിന്റെ മൂക്കിന്റെ പാലത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? എന്താടാ കുഴപ്പമില്ല. എന്താടാ ഒരു പ്രശ്നമില്ലെന്ന്? മൂക്കിൽ നിന്ന് രക്തം വന്നോണ്ടിരിക്കുന്നത്. തോറി പറഞ്ഞാൽ ശരിയാവൂ? സംഭവിച്ചത് സംഭവിച്ചു. നീ എന്തൊരു പ്രശ്നത്തെയാണോ നേരിടാൻ വന്നത് അതിനെ ഹീൽ ചെയ്ത് മാറ്റിത്തരാം. ഇപ്പൊ എന്തിനാ ഫാദർ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എന്തിനാണോ ചോദിക്കുന്നത്? ഡിസ്റ്റർബ് ചെയ്യ്, ഹീലിംഗ് ചെയ്യ്. ഐ വാണ്ട് ടു സീ ദ ഹീലിംഗ്. ഇരുന്നാലും മകനെ, ഓക്കെ ഫാദർ. ഇതാ ദൈവനാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ നീ ഒന്ന് അടങ്ങിയിരിക്കും. ഇൻ ദ നെയിം ഓഫ് ഗോഡ് നിന്റെ വേദന കുറയട്ടെ. കുറഞ്ഞു പോയിട്ട് ദൈവമേ, നിന്റെ വേദന കുറയട്ടെ. എന്താണത്? നിന്റെ വേദന കുറയുകയാണ്, വിട്ടുമാറുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഉണങ്ങട്ടെ. മോനെ, ഇപ്പോഴെങ്ങനെയുണ്ട്? ഒന്നും ആയില്ല ഫാദർ, അങ്ങനെ തന്നെ ഉണ്ട്. നീ ഇത് കേൾക്കുന്നില്ലേ? പ്ലീസ് ഹെൽപ്പ് മീ. ഈ പാപിയെ അനുഗ്രഹിച്ച ഇവന്റെ വേദനയെ വിടുതൽ കൊള്ളുക. ഈ പാപി അനുഗ്രഹിച്ച അവന്റെ വേദനയും മാറ്റുവാനുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവൻ എല്ലാ വേദനകളും വിട്ട് മാറട്ടെ. ദൈവമേ, നീ അനുഗ്രഹിച്ചിരിക്കുന്നു. നിന്റെ അനുഗ്രഹത്താൽ ഇവന്റെ വേദന ഇതാ വിടുതൽ നൽകിയിരിക്കുകയാണ്. നിന്റെ ആരോഗ്യത്തെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതെ അച്ഛാ, ആ ദൈവം ഒരു ഡോക്ടറായിട്ട് അത് അച്ഛന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. സൂപ്പർ അച്ഛാ. ആട്ടെ, നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ഇതുവരെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. വന്ന കാര്യം എന്താന്ന് വെച്ചാ ഞാൻ പറയണ. പറയാം ഫാദർ. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് സോംബി തന്നെ. എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യാ ഫാദർ? ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചിട്ടേ പോകൂ. ഒരുപക്ഷെ വിശക്കുകയാണെങ്കിൽ കൊന്നു തിന്നിട്ടേ പോകൂ. അത് കഴിയുന്നതോടെ അവര് സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങിക്കൊള്ളും. പ്രധാനമായിട്ടും 2 കാര്യം എന്തെന്നാൽ, ഒരു സോംബി കടിച്ചാൽ മറ്റേയാളും സോംബിയായി മാറും. മറ്റൊരു കാര്യം, രാത്രി അവളുടെ ശക്തി 10 ഇരട്ടിയായിട്ട് കൂടും. അല്ല, ഈ സോംബിയുമായിട്ട് കുടുംബം നടത്തുന്നവരുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ? എടാ മണ്ടത്തരം വിളിച്ചു പറയാതെടാ പൊട്ടാ.
കടിച്ചാൽ കഥ തീരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതിന്റെ കൂടെ കുടുംബം നടത്തിയാൽ ഗോവിന്ദ. സോംബി ഒന്നും ചെയ്യാൻ പറ്റില്ലേ ഫാദർ? ഓരോ പ്രേതങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ദൈവത്തിന്റെ കയ്യിൽ ഓരോ പരിഹാരങ്ങളുണ്ട്. എന്താ ഫാദർ അതിന് പ്രതിവിധി? അത് ഞാൻ പറയാം. എന്താ ഒന്നും പറയാതെ പോകുന്നു? ഇരിക്കടാ, എങ്ങനെ പറയും? എന്തോ ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസമൊന്നുമില്ല. മക്കളെ, ഫാദർ, ഈ മാല അവരുടെ കഴുത്തിലിട്ട് ഈ പുണ്യജലം അവൾക്ക് കുടിക്കാൻ കൊടുക്കുക. തീർച്ചയായും ആ പ്രേതം വെളിയിൽ വന്ന് അവരുടെ കുഴിയിൽ പോയി തന്നെ കിടന്നോളും. ഷുവറല്ലേ ഫാദർ? ഡിന്നർ കൊടുത്താൽ പോലും വരില്ല. താങ്ക് യു ഫാദർ. പോയിട്ട് വരൂ. താങ്ക്സ് ഫാദർ. ഇനി മുതലാടാ നിന്റെ ജീവിതത്തിൽ വെളിച്ചം വരാൻ പോന്നെ. നോക്കിയിട്ട് വാടാ, ശ്രദ്ധിച്ചു വാടാ. അവിടെ എന്താ സംഭവിക്കുന്ന കളിയാ? ചാർജ് ചെയ്യാവുന്നാടാ തോന്നുന്നേ. എല്ലാം എനിക്ക് ബോധ്യപ്പെട്ടടാ. അവൾ എനിക്കൊരു സ്കെച്ച് ഇട്ടുന്നാ തോന്നുന്നേ. നീ ഇതൊന്ന് പിടിച്ചേ. ഞാനില്ല. സാരമില്ലടാ, കുറച്ച് സമയത്തേക്ക് പിടിച്ചോ. വേണ്ടെന്നേ. ദാ വാങ്ങടാ. ഇല്ലെന്നേ. ദാ, അയ്യോ. പിടിക്കടാ. യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ പോട്ടെ. ആളിയാ. ഹായ് തേജ. കം ഹിയർ. വരുന്നു. ഹേയ്, വാവ്, എനിക്ക് വേണ്ടിട്ടാണോ? ഹാ, ഇവക്കൊന്നും സംഭവിച്ചില്ല. ഇതെന്താ? കുറച്ച് വെള്ളം. വിശുദ്ധ വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യൂസ് പോലാണല്ലോ കുടിക്കുന്നത്. ടേസ്റ്റി. കുറച്ചുകൂടി ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് ടൈം വരുമ്പോ എനിക്ക് വേണ്ടിട്ട് വലിയ ബോട്ടിൽ കൊണ്ടുവരണം. ഓക്കെ, കൊണ്ടുവരാം. തേജ, നമുക്ക് രണ്ടുപേർക്കും എവിടെങ്കിലും വെളിയിൽ പോയാലോ? അയ്യോ, വേണ്ട വേണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെഡ്റൂമിലേക്ക് വേണ്ട പോയാലോ? വേണ്ട. നിനക്ക് പബ് ഇഷ്ടമല്ലേ? നമുക്ക് പബ്ബിൽ പോവാം. റിയലി? ഓക്കെ, ലെറ്റ്സ് ഗോ. എന്റെ അമ്മേ.